ഹായ്, SP അരുളാരാണ്. ഈ ഒഴിഞ്ഞ പാത്രത്തിൽ ഒച്ച കൂടുമെന്നൊരു നാടൻ പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഇല്ലെങ്കിൽ അത് നിങ്ങൾ കാട്ടിത്തരാം. ഏതൊരു വ്യക്തിയും അനാവശ്യമായിട്ട് ഒച്ചയെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അനാവശ്യമായിട്ട് ഏതെങ്കിലും വിഷയത്തിൽ പ്രകോപനം കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു ഒഴിഞ്ഞ പാത്രമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് നമ്മൾ തെറി പറയേണ്ടി വരുന്നു, എന്തുകൊണ്ട് മറ്റൊരാളെ അധിക്ഷേപിക്കേണ്ടി വരുന്നു, എന്തുകൊണ്ട് നമ്മൾ അനാവശ്യമായി പ്രകോപനത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിടാത്തത് കൊണ്ട് കാര്യം പറയുന്നവരെ അധിക്ഷേപിക്കും, അല്ലെങ്കിൽ അവരെ പരിഹസിക്കുക, അവരെ മുന്നിൽ പൊട്ടിത്തെറിക്കുക എന്നുള്ള ഒരു തന്ത്രമെടുത്ത് പയറ്റും. അത് ഒഴിഞ്ഞ പാത്രത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. ആ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈവശം പറയാവൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ മറികടക്കാൻ വേണ്ടി ചിലർ എടുത്ത് പ്രയോഗിക്കുന്നതാണ്. അത് അവർക്കറിയില്ല നിങ്ങളൊരു ഒഴിഞ്ഞ പാത്രമാണെന്ന് നാട്ടുകാർ അറിയുന്നു. ഇങ്ങനെ പറയാൻ കാരണം ഇന്നലെ റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് എണീറ്റ് പോകുന്നൊരു പ്രകടനം കണ്ടു. എന്തുകൊണ്ട് എണീറ്റ് പോകുന്നൊരു പ്രകടനം അവർക്ക് കാണിക്കേണ്ടി വന്നു എന്ന് മനസ്സിലാക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് മുന്നിലേക്ക് വന്ന ചോദ്യങ്ങൾ. അതായത്, ഞാൻ കുറേ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റുകൾക്ക് കൃത്യമായിട്ട് പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നാൽ ഉത്തരം പറയാൻ പറ്റില്ല. അതിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതിൻ്റെ ജെനുവിനിറ്റിയെ കുറിച്ചൊന്നും അറിയാതെ അവർക്ക് KPCC ഓഫീസിൽ നിന്നൊക്കെ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഇവർക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പറ്റാതെ വന്നപ്പോഴാണ് ഇന്നലെ ഈ പ്രകടനം കാണിച്ചത്. ഇപ്പൊ പറഞ്ഞ മനോരമയുടെ വാർത്തയ്ക്കകത്തൊരു കുഴപ്പമുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, KMML നിന്ന് മോണോസൈറ്റ് സംസ്കരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു സ്വകാര്യ കമ്പനി ഏൽപ്പിക്കുന്നു എന്നാണല്ലോ. KMML-ലുമായിട്ട് കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണോ? KMML നിന്ന് ഇൽമനേറ്റും റൂട്ടയിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണൽ വാങ്ങുന്നത് ആരാണ്? CMRL അല്ലേ? അതെ. CMRL ഒരു സ്വകാര്യ കമ്പനി കൂടിയല്ലേ, ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി അല്ലേ? അതെ. CMRL-ന് വാങ്ങാമെങ്കിൽ മറ്റൊരു കമ്പനിക്ക് വാങ്ങിക്കൂടെ? അപ്പൊ അതേ വാദങ്ങൾ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞാൽ മതി, അത്രേ പ്രശ്നമുള്ളൂ. എന്ത് പറഞ്ഞാൽ മതി? അതിനാദ്യ സ്മൃതി KMML-ൽ സംസ്കരിച്ചെടുക്കുന്ന ധാതുക്കൾ ഏതാണെന്ന് അറിയണം. ആ ധാതുക്കളെ വാല്യൂ അഡീഷൻ ചെയ്തെടുക്കുമ്പോൾ അതിൽ ഇൽമനേറ്റ്, റൂട്ടൈൽ, അതേപോലെ സിർക്കോൺ, സിലിമിനൈറ്റ്, സിന്തറ്റിക് റൂട്ടൈൽ, ഇങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ കിട്ടും. ഇങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ KMML ആർക്കാ കൊടുക്കുന്നത്? സർക്കാരുകൾക്ക് മാത്രമാണോ കൊടുക്കുന്നത്? ചിലത് ആണവ മേഖലയ്ക്ക് കൊടുക്കും, ചിലർ ഈ സ്വകാര്യ ഏവിയേഷൻ കമ്പനികൾക്ക് അവരുടെ വിമാനത്തിന്റെ ബോഡി നിർമ്മിക്കാൻ കൊടുക്കും, ചിലത് സ്പോഞ്ച് നിർമ്മിക്കാനായിട്ട് കൊടുക്കും. അങ്ങനെ വ്യത്യസ്ത സ്വകാര്യ കമ്പനികളുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നത് KMML-ന്റെ ഉത്തരവാദിത്വമാണ്. സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള പൈലറ്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ. എന്തിനാണ് പൈലറ്റ് പ്ലാന്റ്? മോണോസൈറ്റ് സംസ്കരിച്ചെടുക്കുന്നതിന്. മനോരമ പിടിച്ചു കുടുങ്ങി. സർക്കാരിന്റെ കാലത്ത് ഒരു സ്വകാര്യ കമ്പനിക്കും ഖനനം. അത് ചോദ്യം ഇതാണ്. എന്റെ രണ്ട് ചോദ്യങ്ങൾ. താങ്കൾ വായിച്ച പത്രത്തിന്റെ ഈ പറയുന്ന വാർത്തയിൽ ഇടത് സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും കരിമണൽ ഖനനം സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു എന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഖനനം സ്വകാര്യ മേഖലയിൽ അനുവദിച്ചിട്ടില്ല. രണ്ട് KMML-ലുമായി കരാറിൽ ഏർപ്പെടുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണോ? KMML കൊടുത്തിരിക്കുന്ന ഈ അനുവാദം വിവിധ സ്വകാര്യ കമ്പനികൾക്കല്ലേ അവരുടെ പ്രോഡക്റ്റ് കൊടുക്കുന്നത്? അതിലൊരു പുതുമ എന്താണ്? കുറച്ചുണ്ടായിരിക്കും. ഞാൻ ഖനനം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ അതിൽ നിന്നും വിഭിന്നമായി കുറച്ചുകൂടി അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന VD സർക്കാരിന്റെ ബജറ്റിലുള്ളത്. അതിൽ പറയുന്ന വാല്യൂ അഡീഷൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒറ്റ മിനിറ്റ്, ഇതിൽ ഖനനം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഈ സംസ്കരണത്തിന് ഈ സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുന്നു. ഇതും ഈ പറഞ്ഞ
ഇടത് സർക്കാരിന്റെ കാലത്ത് ചെയ്താണ്. ഇതേ കാര്യങ്ങളിലേക്ക് ഇവിടെ വരുമ്പോൾ ഉടനെ സ്വകാര്യം എന്ന് കേൾക്കുമ്പോഴേക്കും സ്വകാര്യവൽക്കരണം എന്ന് നിങ്ങൾ പറയുന്നു. സ്വകാര്യ നിക്ഷേപത്തെ നിങ്ങൾ സ്വകാര്യവൽക്കരണമാക്കുകയാണ്. സ്വകാര്യ നിക്ഷേപം എന്ന് പറയുന്നതിനെ സ്വകാര്യവൽക്കരണം എങ്ങനെയാക്കുക? കേരളത്തിൽ കരിമണൽ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ ചട്ടമിറക്കിയ ഒരേ ഒരു സർക്കാർ സർക്കാരിന്റെ സർക്കാരിന്റെ കാര്യങ്ങൾ തുടരേണ്ട കാര്യമില്ലല്ലോ ഈ സർക്കാരിന്. നിങ്ങളുടെ ഭയത്തിന് കാര്യം മണലൂറ്റി തെളിയിച്ചാലുണ്ടല്ലോ ഈ പരിപാടിയുടെ ഒരു സഭയില്ല, ഒരു സഭയില്ല പച്ച മനോരമ അടിച്ചു വെള്ളപൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന വാർത്തയെടുത്ത് സ്മൃതി സ്വയം കുടുങ്ങിയ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനല്ല, ഈ ഓർഡറിന്റെ കാര്യം പറഞ്ഞു വരുന്നത് ഞാൻ സ്മൃതിയല്ല, ആ സ്മൃതിയുടെ ആർഗ്യുമെന്റിനെ ഞാൻ പറയുന്നത്. സ്മൃതി ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റിൽ ഈ ഇടതു സർക്കാരിന്റെ കാലത്തെ കരിമണൽ ഖനന നയവുമായി ബന്ധപ്പെട്ട എന്ത് വ്യത്യാസമാണ് വ്യത്യാസം? ബ്ലാക്ക് മൈൻ ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഇടതു സർക്കാരിന്റെ നയത്തിൽ നിന്ന് ഇപ്പോൾ സ്മൃതി പറഞ്ഞ മനോരമയുടെ വാർത്ത എന്തു നയ വ്യത്യാസമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? പറയൂ. ഇടതു സർക്കാരിന്റെ കരിമണൽ ഖനന നയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട നയത്തിൽ സർക്കാരിന്റെ കരിമണൽ ഖനന നയം എന്റെ ചോദ്യം ഇതാണ്. ഇടതു സർക്കാരിന്റെ കരിമണൽ ഖനന നയത്തിൽ നിന്നുള്ള എന്തു വ്യത്യാസമാണ് ഇന്ന് മനോരമ പത്രം റിപ്പോർട്ട് ചെയ്ത് സ്മൃതി ഇവിടെ അവതരിപ്പിച്ചത്? പറയൂ. മനോരമ പത്രം റിപ്പോർട്ട് ചെയ്ത അതിന്റെ അടിസ്ഥാനത്തിലുള്ള രേഖകൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലൊക്കെ വായിച്ചത്. നയവ്യത്യാസം നിങ്ങൾക്ക് ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു കമ്പനിക്ക് ഇവിടെ ഒരു പ്ലാന്റ് തുടങ്ങാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള ഒരു കമ്പനി പ്ലാന്റ് തുടങ്ങാൻ നിങ്ങൾക്ക് അനുമതി നൽകാം. അതിലൊരു പിഴവും കാണുന്നില്ല. ഒരു മിനിറ്റ്, അതിൽ നിങ്ങൾക്ക് ഒരു പിഴവും കാണുന്നില്ല എങ്കിൽ ഈ ബജറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. അതിന് മുന്നേ ഖനനം എന്ന് പറഞ്ഞ ബഹളം വെക്കാൻ ഇതിനെ നിങ്ങൾക്ക് എന്ത് ഭാഷയിട്ട് വിളിക്കാം? ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം. ഇത്രയും കാലം മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലാസ് എടുത്ത് കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിലെ എങ്ങനെയാണ് ഒരു സഭയിൽ ചർച്ചയ്ക്കിരിക്കേണ്ടത് എന്നുള്ള കാര്യം. പല ദിവസങ്ങളിലും ഇവർക്കിത് കാണിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു ദിവസമല്ല, ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവരിൽ പലപ്പോഴും സ്മൃതി പരുത്തിക്കാടിന് മാത്രം ഈ അവസ്ഥ വരുന്നത് എന്തുകൊണ്ടായിരിക്കും? പരുത്തിക്കാട് ഒരു ഒഴിഞ്ഞ പാത്രമാണ്. കാര്യം ഈ എന്തെങ്കിലും ഉള്ള പാത്രം വന്ന് താഴെ വീണാൽ വലിയ ഒച്ച കേൾക്കില്ല. ഒഴിഞ്ഞ പാത്രങ്ങൾ താഴെ വീഴുമ്പോഴാണ് വലിയ ശബ്ദം കേൾക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയാൻ വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ആ ഒരു ആംഗിൾ അല്ലാതെ അവർക്ക് അതിനെക്കുറിച്ച് മറ്റൊന്നും അറിയില്ല. ആ അറിയാത്തൊരു സാഹചര്യത്തിലാണ് ഇറങ്ങിപ്പോകേണ്ട ഒരു ഗതികേട് വന്നത്. ആ സന്ദർഭത്തിൽ ഒരു സുവർണ അവസരം ഈ മുതലാളിയായിട്ടുള്ള ആൻഡോയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു ടാറ്റ അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇതോടുകൂടി എല്ലാം കഴിഞ്ഞേനെ. നാട്ടുകാരെ സംബന്ധിക്കുന്നിടത്തോളം ആ പരിപാടിയിലൂടെ ഒരു വിഷയത്തെ കാണുമ്പോൾ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ ഈ വിഷയത്തിന്റെ പല ആംഗിൾ കാണുക എന്നുള്ളതാണ് കാര്യം. സ്മൃതി പരുത്തിക്കാട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട്, അരുൺകുമാർ പറയുന്ന കേൾക്കാറുണ്ട്, ആൻഡോ പറയുന്ന കേൾക്കാറുണ്ട്, മാധു പറയുന്ന കേൾക്കാറുണ്ട്, PR സുനിൽ പറയുന്ന കാര്യം. ഓരോ വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാലോ അതിലെ ശരി ഏത് തെറ്റേത്, അത് കൗണ്ടർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ആ കൗണ്ടറിങ് പോയിന്റുകൾക്ക് ഉത്തരമില്ലാതെ വരുന്നിടത്താണല്ലോ പലപ്പോഴും എന്ത് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ കയ്യിൽ നിന്ന് പോകുന്നു എന്നൊക്കെ പറയുന്നിടത്ത് ആ ഒരു പോയിന്റേ ഉള്ളൂ. അല്ല അതിനെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇല്ലാത്തൊരു കാര്യത്തെ ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇല്ലാത്ത കാര്യത്തെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അതിൽ പല പോയിന്റുകൾ പറയാൻ ഉണ്ടാകില്ലെന്ന്, ഒറ്റ ഐറ്റം പോയിന്റേ ഉള്ളൂ. അതിനെ പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. ഈ തത്തയൊക്കെ പഠിപ്പിച്ച് വിടും പോലെ KPCC ഓഫീസിൽ നിന്ന് കുറെ കാര്യങ്ങൾ അയച്ചു കൊടുത്ത് പഠിപ്പിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല, ഇത് ഇങ്ങനെയല്ലേ എന്നൊരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ ജെനുവിൻ പോയിന്റ് വെച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരവില്ല. കാര്യം പഠിപ്പിച്ച് വിട്ടിരിക്കുന്ന കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തി ഒഴിഞ്ഞ പാത്രമാണത് എങ്ങനെ എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് പലപ്പോഴും സ്മൃതി പരുത്തിക്കാട് എന്ന വ്യക്തിയെ കാണുമ്പോൾ തോന്നുന്നത്. സഹതാപം തോന്നാറുണ്ട്. ഇങ്ങനെയും മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്കും ഈ നാട്ടിൽ മാധ്യമപ്രവർത്തകരാകാനുള്ള അവസരമുണ്ടെന്ന് പറയുമ്പോൾ
എന്താണ് ഇതിൻ്റെ ജെനുവിൻ ക്വാളിറ്റി എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. ഏതൊരു വിഷയത്തിലും ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിക്കുന്നിടത്തോളം പറയേണ്ട ഒരു കാര്യം പലരുടെയും ആലോചനയാണ്. ചിലർക്ക് സത്യാവസ്ഥയല്ല, ഉള്ളിലെ രാഷ്ട്രീയം വെച്ചിട്ടായിരിക്കും വിഷയങ്ങളെ കാണാൻ പറ്റുന്നത്. ഇന്ന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഇപ്പോഴത്തെ PM ശ്രീ വിവാദം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യമായിക്കോട്ടെ, രണ്ടും കേരളത്തിൽ നടപ്പിലായതല്ല. രണ്ടും നടപ്പാക്കാതെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഫയൽ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അന്ന് അവർ ഒപ്പിട്ടില്ലേ, ഇന്ന് അവരത് ചെയ്തില്ലേ, 2023 അത് ചെയ്തില്ലേ, 2024 നിങ്ങൾ അത് ചെയ്തില്ലേ? ഏറ്റവും ഫൈനൽ ചോദ്യം, അതെല്ലാം നടപ്പായിട്ടുണ്ടോ? അതെല്ലാം കേരളത്തിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ ആ ഫയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഈ ഒരു ക്വസ്റ്റിന് മാത്രം ഉത്തരം നിങ്ങൾ തന്നാൽ മതി. അല്ലാതെ അതിനെ പൊടി തട്ടി എടുത്തുകൊണ്ടുവന്ന് നമുക്ക് നടപ്പാക്കാൻ ഇന്നലകളിൽ പുറത്തുനിന്ന് കുറ്റം പറഞ്ഞവർ, വിവാദമുണ്ടാക്കിയവർ ഓടിപ്പോയി ആ ഫയൽ എടുക്കേണ്ട കാര്യം എന്താണ്? ഈ രണ്ട് ഫയലും അവിടെ പൊടി പിടിച്ച് മാറാല പിടിച്ച് നശിക്കേണ്ട ഫയലുകളെ പൊക്കിയെടുത്തുകൊണ്ടുവന്ന് ചില താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നിടത്താണല്ലോ വിവാദമാകുന്നത്. എന്നിട്ട് മറ്റൊരാളെ പഴി പറയുക. അന്നത്തെ കാലഘട്ടത്തിൽ അവർ ചെയ്യാൻ ഒരുമ്പിട്ട കാര്യത്തെ നിങ്ങൾ വിമർശിച്ചു, അത് ഫ്രീസ് ചെയ്യപ്പെട്ടു. ആ ഫ്രീസ് ചെയ്യപ്പെട്ടതിനെ ഇപ്പോൾ എന്തിനാണ് പോയി നിങ്ങൾ പൊടി തട്ടിയത്? മറ്റേ ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണല്ലോ. അത്രയേ ഉള്ളൂ അതിന് ഉത്തരം. ആ കാര്യങ്ങൾ പറയുന്നതിന് പകരം അന്നത്തെ കാലഘട്ടത്തിലെ ഗവൺമെന്റ് ഓർഡറിലെ 2023 ഗവൺമെന്റ് ഓർഡർ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. ബെക്കാഡിയുടെ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കുന്നുണ്ടോ? ഇതുവരെ ഇല്ലല്ലോ. 2023 നിങ്ങൾ പറയുന്ന തീരുമാനം അല്ലെങ്കിൽ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വിൽക്കണ്ടേ? PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നുണ്ടോ? രണ്ടുമില്ല. പക്ഷേ അന്നത്തെ കാര്യം പറഞ്ഞ് വിവാദമുണ്ടാക്കി, ഞാൻ പറഞ്ഞില്ലേ, ഈ കുളം കലക്കി മീൻ പിടിക്കാനുള്ള തന്ത്രമാണ്. അതിന് മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് നിയോഗിച്ചിരിക്കുന്ന വ്യക്തിയാണ്. പഠിപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ട് ഒരു ചോദ്യം വന്നാൽ പൊളിഞ്ഞ് പാളീസാവും. അതിൻ്റെ നേർസാക്ഷ്യമാണ് അവിടെ കണ്ടത്.